എനിക്ക് ഒന്ന് വീട്ടിലോട്ട് വിടുമല്ലോ. എലി ഞാൻ എന്തിനാണ് പണങ്ങുന്നത്? അല്ലല്ലേ എന്തിനാണ് അവിടെ ഓടി മാറിയത് ഇത്രയും പ്രശ്നം ഇത്രയും ആൾക്കാർ നിൽക്കുന്ന സമയത്ത്? അങ്ങോട്ട് പോവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ അലീനെ തിരക്കി ഇങ്ങോട്ട് വന്നു. ആ ഓക്കെ എലി. അപ്പം ഈ സ്കൂളിന് വേണ്ടി മോനെ ഒരു ഫ്രീ ആണ് മോനെ. ഒരു മിനിറ്റ് നമ്പർ ഗേൾസ് ചോദിക്കുന്നുണ്ട്. ആ എടാ നമ്പർ ഞാൻ എന്റെ നമ്പർ നിന്റെ ഇല്ലേ? നിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ മിസ് കോൾ തരാം. നല്ല മിസ് കോൾ തരാം. ഒരു മിനിറ്റ്. എന്റെ പൊന്നേലി എന്റെ പൊന്നേലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചിക്ക് മാഗ്നറ്റ് ആണ്, മനസ്സിലായോ? കൈലി എടുത്ത കാട്ടുകോഴിയും ഞങ്ങളുടെ നാട്ടിൽ പറയും. എടാ മന്ദാരം തിരിഞ്ഞു നോക്ക്. ജീൻസും മറ്റേ ഫ്രോക്ക് വിട്ട വാഴപ്പഴം നല്ല രീതിക്ക് ഒത്തേ എന്റെ ചെറുക്കൻ ചിരിച്ചത്. അല്ല നിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, മനസ്സിലായി? എനിക്കിപ്പം മനസ്സിലായി വാസു നിന്നെ കുറിച്ച് എന്തുകൊണ്ടായി പറയുന്നത്. നിന്റെ വായാണ് പ്രശ്നം, മനസ്സിലായോ? നീ കറക്റ്റ് ചന്ത വർത്താനമാണ് നിന്റെ. നീ നിന്റെ സ്കൂളുണ്ടല്ലോ, നിന്റെ സ്കൂള് അവിടെ ഇരിക്കത്തില്ല. നീ നോക്കിക്കോ, നീ എഴുതി വെച്ചോ എലി, നിന്റെ സ്കൂൾ നീ അവിടെ കാണത്തില്ല. ഇത് ഞാനാ പറയുന്നത്, മനസ്സിലായോ? എന്തോ പറഞ്ഞായിരുന്നല്ലോ കൈലി ഇവിടുത്തെ എന്തായിരുന്നു അങ്ങനെ വിളിച്ചു. അപ്പൊ ഞാൻ ആരാ? കൈലി ഇവിടുത്തെ നേതാവ്. ജോക്കിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണിനാണ് ക്രഷ് തോന്നാത്തത്? മജന്ത കളർ മുടി കണ്ടാൽ തന്നെ റാമിനകത്തുണ്ടോ ഇതുപോലത്തെ നൂഡിൽസ്? അമ്മാതിരി കോളാണ്, അതറിയോ? എന്താ ചെയ്യുന്നത്? കേളി ഹെയർ സ്പ്രേ വല്ല അടിക്കണ്ടേ? എന്താണ്? ഇല്ല നമ്മളെ തുപ്പല്ലേ ചങ്ങ തേക്കുന്നേ. നമുക്ക് എന്തുവാ എലി? നിന്റെ കൂട്ടൊക്കെ നമുക്ക് 24 മണിക്കൂറിനകത്ത് 18 മണിക്കൂർ ഒരുങ്ങാൻ പറ്റുമോ? നമ്മളങ്ങോട്ട് മുഖം കഴി ഒരുങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സുന്ദരനാണെന്ന് ഞാൻ ഇവിടെ വാദിക്കുന്നൊന്നുമില്ല. എനിക്ക് കാണാം. എനിക്ക് എലി ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മറ്റേ 10 വോൾട്ടിന്റെ ലൈറ്റ് ഒന്നും വേണ്ട കേട്ടോ ചുറ്റത്തിരുന്നിട്ട് ഇരിക്കാനൊന്നും. അതെ അപ്പൊ നമുക്ക് സ്കൂൾ അവിടെ തന്നെ വെക്കാല്ലേ തൽക്കാലം? സ്കൂൾ അവിടെ തന്നെ വെക്കാം. അയ്യോ എന്റെ പൊന്നല്ലേ ഇങ്ങോട്ട് വന്നേ എലി, ഒരു കാര്യം പറയട്ടെ എലി. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ PA അയക്കൂ. എന്റെ എലി ഈ സ്കൂളിനകത്ത് രണ്ട് പിള്ളേർ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഡെയിലി എനിക്ക് വേണ്ട എന്തുവാണെന്നറിയോ, എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എന്നെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇലക്ഷൻ കഴിയുന്നത് വരെ ജോക്കിയുടെ PA ആയിക്കോളാം. ഇലക്ഷൻ കഴിയുന്നത് വരെ എന്റെ PA ആയിക്കും. ഇലക്ഷൻ കഴിയുന്നവരെ എന്റെ PA ആയിക്കും. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണി മാമൻ എന്റെ കൂടെ കാണുന്നേ. ജോണി മാമനെ ആർക്ക്? ഐ ഡോണ്ട് കെയർ. യു ഡോണ്ട് കെയർ. ഓക്കേ ജോണി മാമനല്ല, നമുക്ക് ജോക്കി മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് എന്റെ കൂടെ ജോണി മാമൻ കാണും, വണ്ടിക്കാര് ജോണി മാമൻ കാണും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, പിന്നെ ഞാൻ വാസു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ പുറകെ വരില്ല കേട്ടോ. വാസു വന്നു കഴിഞ്ഞാൽ എനിക്ക് PAയുടെ ആവശ്യമില്ല, പിന്നെ ചെറുക്കനുണ്ടല്ലോ. ജോക്കി പറയുന്നത് പോലെ നമ്മൾ സ്കൂൾ നിലനിർത്താൻ വേണ്ടിട്ട്, അല്ല അങ്ങനെയല്ല, ജോക്കി ജയിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തും ചെയ്യും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു PA കൂടെ വെച്ചോട്ടെ ഞാൻ. അപ്പൊ ഞാൻ വല്ല വാനും വിളിക്കണോ ഇനി? എടോ എന്റെ PA ആയിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ നടന്നോ. ഒരു മണിക്കൂർ 1-2 മണിക്കൂർ എനിക്ക് PAയുടെ ആവശ്യമുണ്ട്. അത് പറ്റത്തില്ല കേട്ടോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അല്ല അതൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ എനിക്ക് എന്തിനാ ഡബിൾ PA ഒക്കെ? അങ്ങനെ തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ ചില സമയം. പക്ഷെ അത് തെറ്റാ കേട്ടോ. അങ്ങനെ മാത്രമേ എനിക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ നിന്നെ കൂടെ സഹിക്കാം. അല്ലാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, അലീന മറ്റേ ജോണി മാമിന്റെ അടുത്ത് നിന്ന് കുറുകുന്നുണ്ടോ? അയാളത്. അപ്പം എലി നാളെ കാണാം. അല്ലല്ല അതൊന്നും പറ്റത്തൊന്നുമില്ല. അതൊക്കെ ഞാൻ നാളെ ആലോചിക്കാം. നാളെ എലി ആദ്യം ഇത് സെറ്റ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്, ഇതൊക്കെ മനസ്സിലായോ? പിന്നെ ബുദ്ധി ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മള് ചത്തിട്ടാണെങ്കിലും ജോക്കി ഇലക്ഷന് ജയിക്കും.
ഞാനും അലീനെ ചാവും വേണമെങ്കിൽ, പക്ഷെ സ്കൂൾ അവിടെ കാണണം. അതാണ് പ്രശ്നം. കുഴപ്പമില്ല. ശരി, എന്നാ ജോക്ക് വെക്കോ. പോട്ടെ. അലീന ഇങ്ങ് വന്നേ. അല്ല, അലീന എടുത്തത്. ഓ ഞാൻ ഇതുവരെ ഞാൻ പെമ്പിളരെ കെട്ടിപ്പിടിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചേനെ. പോയിട്ട് വരാവേ. ഞാൻ കെട്ടിപ്പിടിക്കാൻ ജോക്കിനെ എനിക്ക് ആമ്പിളരെ കെട്ടിപ്പിടിക്കാം. നമ്മുടെ മേധാവിനെ ഞങ്ങൾക്ക് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു പ്രശ്നം. ഹലോ ആ ഹലോ, ഇത് ആരാ? ആരാന്ന് മനസ്സിലായോ? ആരാന്ന് മനസ്സിലായില്ല. ആരാ? ഞാൻ ജാൻ. ഓ ജാൻ, എവിടെ ആയിരുന്നു ജാൻ ഇത്രയും നേരം? ഞാൻ കുറെ തവണ ട്രൈ. ഓ ഇത് ജാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ല കേട്ടോ. ആ പിന്നെ ഇങ്ങനെ നമ്പർ ജാൻ എത്രാന്നും പറഞ്ഞ സേവ് ചെയ്യുന്നേ? 50-60 പെമ്പിള്ളാരുടെ നമ്പരും ഒരു 10-200 സിറ്റിസൺസിന്റെ നമ്പരും. നേതാവായി പോയില്ലേ ജാൻ? ജാൻ അന്ന് എന്റെ സൈക്കിൾ റേസിന്റെ അന്ന് വന്ന സമയത്ത് എന്റെ പ്രസംഗം കേട്ടാ ഇഷ്ടപ്പെട്ടു പോയല്ലേ? ഞാൻ പ്രസംഗമൊന്നും കേട്ടൊന്നുമില്ല. അപ്പൊ ചുറ്റും കൊറേ പെൺപിള്ളാരുണ്ടല്ലേ? അല്ലല്ലല്ലല്ല, ഇതാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞാ ഈ എലി അറിയത്തില്ലേ, എലി വിദ്യാലയം, അത് സ്കൂൾ ഇടിച്ചു പൊളിക്കലെന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നതാ. മനസ്സിലായോ? ഓ അങ്ങനെ കെഞ്ചുവാണല്ലേ. ജാൻ പിന്നെ ഹൃദയം ഒട്ടിക്കുന്ന കേസ് ഒന്നും പറഞ്ഞില്ല ഞാൻ. നിങ്ങള് ബിസി ആയി പോയില്ലേ? നിങ്ങള് ഹൃദയം ഒട്ടിച്ച് തന്നില്ലല്ലോ. കണ്ടോ ജാൻ, ഞാൻ ഈ ഹൃദയം ഒട്ടിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാൻ അത് ഭയങ്കര എത്ര പേരുടെ ഹൃദയം ഒട്ടിച്ചു കൊടുക്കുന്നു. ഇഷ്ടം പോലെ പേര് ഇങ്ങനെ ഹൃദയം ഒട്ടിച്ചതാണ്. അപ്പൊ ഇതാണോ അല്ല എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയുമ്പോ ഞാനത് ഇഗ്നോർ ചെയ്യും. ജാനെ പിന്നെ ഞാൻ വിളിച്ചായിരുന്നു. അല്ല ജാൻ ഈ ഒരു കേസ് പറ. ജാൻ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചായിരുന്നു. ഇല്ല, പക്ഷെ ഇന്നലെ വിളിക്കാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ജോണി പാപ്പൻ എന്റെ അടുത്ത് പറഞ്ഞില്ലയോ, എന്തോ കുട്ടിയെ അറിയാവുന്നോ, കുട്ടീനെ എന്തോ ഇതാക്കാന്ന് പറഞ്ഞിട്ട് കോൾ. എനിക്ക് ജോണി പാപ്പൻ അറിയൂലോ. ആ 888 പുള്ളിയുടെ നമ്പരാ. പുള്ളി ഈ കാരണം വെച്ചാൽ പുള്ളിക്ക് സിറ്റിയിലെ പെമ്പിളാരെല്ലാം അറിയാന്നാണ് പുള്ളി പറയുന്നത്. ആണല്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ല കേട്ടത്. ജോക്കിക്ക് ഇവിടെ ഉള്ള എല്ലാരും അറിയാന്നാ. എനിക്കറിയാം. അതിനിപ്പോ എന്താ, ഒരു ജനപ്രിയനാവുമ്പം ആൾക്കാരെ അറിയണ്ടേ പൊന്നുജാൻ? പെൺപിള്ളേരെ മാത്രമേ അറിയത്തുള്ളൂ. ആൺപിള്ളേരെ അറിയാം. എന്റെ അതിനകത്ത് ഒരു 200 ആൺപിള്ളേരുടെ നമ്പർ, ഒരു കൂടി പേര് 50 പെൺപിള്ളേരുടെ നമ്പരും കാണും. സിറ്റിയിൽ അതിന് ആകെ 50 പെൺപിള്ളേരൊക്കെ ഉണ്ടാവത്തുള്ളൂ. അതാ പറഞ്ഞ 50 പെൺപിള്ളേരെ നമ്പർ എന്റെ ഉണ്ടെന്ന്. ഇവരെല്ലാം വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് നമ്പർ വരുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നല്ലേ ജാൻ. വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് പെമ്പിള്ളേരുടെ നമ്പർ ഇങ്ങോട്ട് തന്നാ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അവരുടെ വോട്ടല്ലേ പോന്നേ. അത് ശരി. ഓ സോറി. അതെ. പിന്നെ ജാന്റെ മിസ് കോള് എന്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ ജാനെ തിരിച്ചു വിളിക്കാനില്ല. ഞാൻ മിസ് കോൾ വിട്ടില്ലല്ലോ. എപ്പോ മിസ് കോൾ വിട്ടേ? കട്ടായി പോയോ ഇത്? ഇല്ല ഞാൻ കട്ട് ചെയ്ത് എനിക്ക് താല്പര്യം. ഇതെന്തിനാണ് ഈ വീണ്ടും വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. എലി മറ്റേ താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഒന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റും. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പൊ വേറൊരു പെണ്ണുമായിട്ട് കോഴിത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാനൊരു സിറ്റുവേഷൻ ഇട്ട് തന്നാൽ അതുപോലെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാവുന്ന പെണ്ണും പിള്ളേ നിങ്ങളാണോ നാളെ വന്നിട്ട് എന്റെ PA ആയിട്ട് വരുമെന്ന് പറഞ്ഞേ? സത്യസന്ധമായി സംസാരിക്കണ്ടേ ജോക്കി, ജനപ്രിയ നായകൻ? ഈ പെണ്ണ് എന്നെ വിളിച്ചോണ്ടെങ്കിൽ ഇരിക്കുവന്ന് ഇടയ്ക്കിടയ്ക്ക് ഹൃദയം ഒട്ടിച്ചേരുവോ ഞാൻ എന്തോന്നു സർജന. അലീന, പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മള് ഇലക്ഷൻ തീരുന്നത് വരെ നമ്മളായിരിക്കും ഇനി ജോക്കിയുടെ PA. ആര് നമ്മള്? ജയ് വിളിക്കാൻ കാണും. നിങ്ങൾ ചെയ്യോ പോയോ എന്താന്ന് വെച്ചാൽ ഇലക്ഷൻ എപ്പോഴാ? ഇലക്ഷൻ വരും 2 മാസത്തിൽ വരും. നിങ്ങൾ നോക്കണ്ട, നീ മാത്രം നോക്കിയാ മതി. നീ ഇവളാരാ? ഇവള് ഏതാ? ഇനി ഇവളുടെ കുഞ്ഞും ഇവളുടെ ഭർത്താവും ഇവളുടെ അച്ഛനും അല്ല ലോറിയായിട്ട് നടക്കാൻ ഞാൻ. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നാളെ ഒരു ഇന്റർവ്യൂ സെഷൻ കാണും. അപ്പം ശരിയല്ലേ? ഓക്കെ, ടാറ്റ. ഇതാരാ? ഹലോ, ആരാ? ഒരു മിനിറ്റ് മോളെ, ഒരു മിനിറ്റ് ബഗ്ഗായി പോയി. ഒരു മിനിറ്റ് എടാ, ബഗ് ഇങ്ങോട്ട് വന്നേടാ. ബഗ്ഗായി പോടാ, നേരെ തന്നെ. ഒരു മിനിറ്റ് എടാ, കഴിവറ മോനെ. ആ പെണ്ണിന്റെ പേര് പോലും അറിയാതാണോ ആ പെണ്ണ്? എന്റെ ഇതാന്ന് പറഞ്ഞിരിക്കുന്നത്.
മാർക്സ് വേണ്ടി എടാ മന്ദാര കുറച്ച് ബോധം വേണ്ടിയാണ് നിനക്കൊക്കെ. സെറ്റ് നീ ക്യൂട്ട് മോനല്ല നീ. ഞാനൊന്നും പറയുന്നില്ല. ഞാനൊന്നും എന്താ ജോക്കറിന് ആ കുട്ടിക്കല്ല ഈ സീറ്റിലുള്ള പകുതി മുക്കാ പേർക്കും അറിയാം. എന്നെ അറിയത്തില്ല കുട്ടി വോട്ട് ചോദിക്കാൻ വന്നത്. ഞാൻ ജോക്കർ. കുട്ടിയുടെ പേരെന്തായിരുന്നു? ആക്ച്വലി എന്റെ ഫോണിൽ നമ്പർ ഉണ്ടോ? ഒരു മിനിറ്റ്. കുട്ടിയുടെ പേരെന്തായിരുന്നു? കുട്ടിക്ക് പേരില്ലേ? മിയ ഇല്ല. എല്ലാരും ഇത് തന്നെ. കുറെ പേര് ഹൃദയം ഒട്ടിച്ചു. ഓ മിസ്റ്റർ കേക്കെ തൂ ക്യാ കർത്തി ഹൈ ഭായി? യാസ്മിൻ. ജോക്കി എന്താ വരാൻ പറഞ്ഞേ? യാസ്മിനെ കുറച്ച് പേര് എന്റെ അടുത്ത് ക്രഷാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ പക്ഷെ ആ പെണ്ണുമ്പളെ വരത്തില്ല. അതാണ് കേക്കെ. നിങ്ങളിങ്ങനെ ടെർമിനേറ്റർ പോലെ നിക്കല്ലേ എന്റെ പൊന്നി യാസ്മിൻ. ഞാനൊരു ചിക്ക് മാഗ്നറ്റ് ആന്ന് പറഞ്ഞ യാസ്മിൻ വിശ്വസിക്കൂ? പോസിറ്റീവാ നെഗറ്റീവാ? പോസിറ്റീവോ നെഗറ്റീവോ? അത് എയ്ഡ്സിന്റെ ടെസ്റ്റോ? എയ്ഡ്സിന് മാത്രമല്ല പോസിറ്റീവ് നെഗറ്റീവ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു ജോക്കിനെ തിരക്കായതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാൻ. അത് നിങ്ങളുടെ ട്രോമ. അല്ല അത് മനസ്സിലായി. അത് അലീന പറഞ്ഞു. അതുകൊണ്ട് പിന്നെ യാസ്മിൻ ജോക്കി അപ്പൊ നാളെ തൊട്ടല്ലേ ഉള്ളൂ. ഞാനൊന്ന് ഇന്ന് പോട്ടെ. ഇന്ന് പൊക്കോ. ഇന്ന് പൊക്കോ. ഓ മിയ അപ്പം കാണാൻ കേട്ടോ മിയ. ഞാൻ ബയ്യെന്ന് പറഞ്ഞോട്ടെ. ഇത് കേക്കെ. ഹലോ. കേക്കെ എലിക്കറിയാം. കേക്ക് എന്റെ മുത്താണ്. കേക്ക് എന്റെ ചങ്കക്കുളമാണ്. മനസ്സിലായോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ അല്ലല്ല കേക്കയുടെ കപ്പിളാണ് കണ്ട അത് നിൽക്കുന്ന കുട്ടി. അത് ആ ഫ്രോക്ക് മിടിയിട്ട് അത് കണ്ട മനസ്സിലായോ? അപ്പം കേക്ക് സിംഗിൾ ആയിരുന്നു. പക്ഷെ കേക്ക് തള്ളച്ചികളെ താല്പര്യമില്ല. പിയാന്ന് പറഞ്ഞ ഉറപ്പിച്ചില്ലല്ലോ. നാളെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. മനസ്സിലായോ? പിന്നെ തുറക്കാൻ പോണു, പടക്കം പൊട്ടിക്കാൻ പോണു പറഞ്ഞിട്ട് ഞാൻ നടക്കുന്നു. ഡിസംബറിൽ അല്ല കേക്ക് 2 പിള്ളേരേ ഉള്ളൂ. സ്കൂൾ അടച്ചിട്ട് സമ്മർ വെക്കേഷൻ അല്ലല്ല അടയ്ക്കാൻ വേണ്ടിട്ടൊന്നുമില്ല. തുറന്നിട്ടാലും അടച്ചിട്ടാലും ആരും വരത്തില്ലല്ലോ അതിനകത്ത്. ഞാനൊരു പുതിയ യൂണിവേഴ്സിറ്റി പണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് സെറ്റ് ആക്കി തരണം. നീ കേക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് യൂണിവേഴ്സിറ്റി പണിഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഞാൻ യൂണിവേഴ്സിറ്റി പണിഞ്ഞു. അത് എലി യൂണിവേഴ്സിറ്റി. ഓ കേക്ക് ആ ജോണി പാപ്പന്റെ ഓർമ്മ നോക്കൂ. കേക്ക് ഏതാ വൈബ്? എടേ ഈ ചെറുക്കന്റെ പേര് സൂര്യബോസ് എന്നാണോ അതോ അമ്പീന്ന് വല്ലോ ആണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോലം മാറിക്കൊണ്ടിരിക്കുന്നു. കാര്യം പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, എലി ആരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും എലി അറ്റ് എൻഡ് ഓഫ് ദ ഡേ എലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എലി ഒറ്റ നമ്പർ വിളിച്ചാൽ മതി. എന്റെ നമ്പർ അത് വലിയ നമ്പറല്ലേ? ഞാൻ എടുക്കത്തില്ല. ചുമ്മാ കേട്ടോ. എലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എലി അറ്റ് എൻഡ് ഓഫ് ദി ഡേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എലി ഓൺ സ്പോട്ടിൽ ഞാൻ എത്തത്തില്ലേ? പിന്നെ എലിക്ക് ആരെങ്കിലും സിറ്റി ഇറങ്ങി വിളിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചാൽ മതി. ഓൺ സ്പോട്ടിൽ ഞാൻ അവിടെ എത്തും. പക്ഷേ വാസു പറഞ്ഞ എലി. വാസു പറഞ്ഞ എലി. കാട്ടുകോഴി എന്ന് വിളിച്ചത് കേക്കെയാണോ? കേക്ക് അപ്പൊ ഞാൻ കേക്ക് ഒരു മിനിറ്റ്. എലി അപ്പൊ എലി പോവല്ലേ? എലി അപ്പൊ പോയിട്ട് നാളെ കാണാം കേട്ടോ. നാളെ കാണാം. ഞാനേ ബാലുമോനെ ഒന്ന് കണ്ടോട്ടെ.